ബംഗ്ലാദേശിൽ നിന്ന് ദൈനംദിന വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് വലിയ രീതിയിൽ നമ്മളെ ദുഃഖിപ്പിക്കുന്നതാണ്. ഇപ്പം അതിൽ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഒരു മുസ്ലിം മത പണ്ഡിതനാണ്. ആരാണ് അദ്ദേഹം? അദ്ദേഹം പറയുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് ശരിയാണ്. ബംഗ്ലാദേശിലെ അതിക്രമങ്ങൾ വളരെ ദുഃഖിപ്പിക്കുന്നതാണ്. വളരെ വലിയ തോതിൽ അത് എന്താ പറയുക, കൊള്ളയും കൊള്ളിവെപ്പും അവിടെ അരങ്ങേറുകയാണ്. ലോകരാഷ്ട്രങ്ങളൊന്നും തന്നെ വലിയ കാര്യമായിട്ട് അതിൽ ഇടപെടുന്നില്ല. ആകെ ഇടപെടുന്നത് തൊട്ട അയൽവക്കത്ത് കിടക്കുന്ന ഭാരതം മാത്രമാണ്. ഇന്ത്യ ഗവൺമെൻറ്റാണ് എന്തെങ്കിലും അഭിപ്രായം അതിൽ പറയുകയും അവിടുത്തെ അക്രമം അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. ഇപ്പോൾ ഇതാ ഈ എന്താ പറയുക, അത്യുഷ്ണം ബാധിച്ചിരിക്കുന്ന ഒരു അവസരത്തിൽ, കടുത്ത വേനൽ ഇങ്ങനെ കത്തി എരിഞ്ഞ് നിൽക്കുന്ന അവസരത്തിൽ ഒരു കുളിർമഴ പെയ്യുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടായിരിക്കുകയാണ്. അത് ബംഗ്ലാദേശിലെ ഈ അക്രമങ്ങളെയും ഈ കുഴപ്പങ്ങളെയും അപലപിച്ച് ഒരു മതപണ്ഡിതൻ, ഇസ്ലാമിക മതപണ്ഡിതൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ ഡൽഹി ജുമാ മസ്ജിദിലെ ഷാഹി ഇമാം സയ്യിദ് അഹമ്മദ് ബുഖാരിയാണ്. അദ്ദേഹം രൂക്ഷമായ ഭാഷയിലാണ് ബംഗ്ലാദേശ് സർക്കാരിനെ വിമർശിക്കുന്നതും അപലപിക്കുന്നത്, അവിടുത്തെ അക്രമങ്ങളെ അപലപിക്കുന്നത്. അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. അത് ഞാൻ വായിക്കാം. വളരെ വളരെ അർത്ഥവത്താണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അദ്ദേഹം പറയുന്നു, ഹിന്ദുക്കൾക്കും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും മറ്റു ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ തുടരുന്ന അനീതികൾ അപലപനീയമാണ്. ഭാരതവുമായുള്ള അടുത്ത ബന്ധം നിലനിർത്താനും സംരക്ഷിക്കാനും ബംഗ്ലാദേശിന് ബാധ്യതയുണ്ട്. ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഐക്യരാഷ്ട്രസഭയുടെ നിലപാട് പിന്തുടരേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്, അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഇനി ബംഗ്ലാദേശ് സ്ഥാപിതമായതിന് പിന്നിൽ ഭാരതം നിർവഹിച്ച പങ്ക് മറക്കരുത്. ഭാരതത്തിൻ്റെ അന്നത്തെ ദേശീയ നേതൃത്വവും മാധ്യമങ്ങളും പൗരസമൂഹവും അന്നു മുതൽ ബംഗ്ലാദേശുമായി അടുത്ത ബന്ധമാണ് പുലർത്തിപ്പോരുന്നത്. ഷെയ്ഖ് മുജീബുർ റഹ്മാൻ, അദ്ദേഹത്തിൻ്റെ മകൾ ഷെയ്ഖ് ഹസീന വാജിദ്, അവരുടെ പാർട്ടിയായ അവാമി ലീഗ് എന്നിവരുമായി നമ്മുടെ രാജ്യത്ത് ഭാരതത്തിന് അടുത്ത സൗഹൃദമാണ് ഉള്ളത്. ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഭാരതത്തിലേക്ക് ഓടി വന്നു. അതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. ഷെയ്ഖ് ഹസീന ഭാരതത്തിലേക്ക് വന്ന ശേഷവും അവർക്കെതിരെ അക്രമം, അതുപോലെ അവരുടെ പാർട്ടിയായ അവാമി ലീഗിനും അതിലെ മുസ്ലിം അമുസ്ലിം അനുഭാവികളിലേക്കും ഒക്കെ ഈ അക്രമം പടർന്നിരിക്കുകയാണ്. അവരെല്ലാം ഉപദ്രവിക്കുകയാണ്. ഇതുവരെ അത് ബംഗ്ലാദേശിൻ്റെ ആഭ്യന്തര കാര്യമായിരുന്നു. ഞങ്ങളാരും അഭിപ്രായമൊന്നും പറഞ്ഞു ശല്യത്തിനൊന്നും വന്നിട്ടില്ല. എന്നാൽ ഹിന്ദു ന്യൂനപക്ഷ സമൂഹത്തെ തിരഞ്ഞു പിടിച്ച് ഇങ്ങനെ ആക്രമിക്കുന്നത് അംഗീകരിക്കാനാവില്ല. അത് ഉടനടി അവസാനിപ്പിക്കണം, സയ്യിദ് അഹമ്മദ് ബുഖാരി ആവശ്യപ്പെട്ടു. ന്യൂനപക്ഷങ്ങൾക്കുള്ള തുല്യാവകാശ സംരക്ഷണം സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭ ഒരു സാർവത്രികമായ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അത് എല്ലാ ലോകരാഷ്ട്രങ്ങളും അംഗീകരിക്കുന്നതാണ്. നിങ്ങളും അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ്. നൊബേൽ ജേതാവ് എന്ന ഒരു പ്രശസ്തി അങ്ങേക്കുണ്ട്. അവിടുത്തെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി മുഹമ്മദ് യൂനസിനോടാണ് പറയുന്നത്, അങ്ങേക്ക് നൊബേൽ സമ്മാന ജേതാവ് എന്നൊരു പ്രശസ്തിയുണ്ട്. അത് ദയവ് ചെയ്ത് അതിന് കളങ്കമേൽപ്പിക്കരുത്. അതിന് കളങ്കമേൽപ്പിക്കുന്ന ഒരു നടപടിയിലേക്കും അങ്ങ് കടക്കരുത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബംഗ്ലാദേശിൽ സമാധാനം പുനഃസ്ഥാപിക്കണം, ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം ഒരുക്കണം. ഇതാണ് ഡൽഹി ഷാഹി ഇമാം അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അദ്ദേഹം ബംഗ്ലാദേശി സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങൾ വലിയ രീതിയിലുള്ള സംരക്ഷണമാണ്. അവരിവിടെ നല്ല രീതിയിലുള്ള സുരക്ഷിതത്വത്തിൽ തന്നെയാണ് അവർ ജീവിക്കുന്നത്. ഈ മറ്റുള്ളവർ പറയുന്നത് പോലുള്ള വലിയ രീതിയിലുള്ള ന്യൂനപക്ഷ വേട്ടയാടുകൾ, മുസ്ലിങ്ങൾ മരിച്ചു വീഴുന്നു എന്നൊക്കെ പറയുന്നത് വെറുക്കും വ്യാജ വാർത്തയാണ്, വെറുതെ എഴുതിയിൽ എണ്ണയൊഴിക്കുന്ന പരിപാടികളാണ്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും ഈ മതപണ്ഡിതന്റെ ഈ ഒരു പ്രസ്താവന എന്ന് പറയുന്നത്. അതെ, അതായത് നമ്മുടെ രാജ്യത്തിനുള്ളിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നുണ്ട്, അതില്ലെന്ന് നമ്മൾ പറയുന്നില്ല. 140 കോടി 145 കോടിയൊക്കെ മനുഷ്യരുള്ള ഒരു സ്ഥലത്ത് തീർച്ചയായിട്ടും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനെല്ലാം ക്രിമിനൽ കുറ്റമായി കണ്ട് നടപടി സ്വീകരിച്ച് കോടതിയിൽ വിചാരണ നടത്തി കുറ്റവാളികളെ ശിക്ഷിക്കുന്നുമുണ്ട്. ഇവിടെയൊന്നും അതിലൊന്നും ഒരു അലംഭാവവും നമ്മുടെ ഭരണകൂടങ്ങൾ വരുത്തുന്നില്ല. പക്ഷെ ഇപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്താ പറയേണ്ടത്, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങൾ സുരക്ഷിതരായി ജീവിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ ഡൽഹി ഇമാം ഇത്രയും ഒരു എന്താ പറയേണ്ടത്, വളരെ കടുത്ത ഭാഷയിൽ ബംഗ്ലാദേശിനെ വിമർശിക്കുകയും അവിടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ഒരു വലിയൊരു വ്യത്യാസം കൂടി അതിനകത്തുണ്ട്, ഞാൻ പറയാം. ഡൽഹിയിലെ ഇമാം ഇത് പറഞ്ഞു. നമ്മുടെ കേരളത്തിലും ഉണ്ടല്ലോ ആത്മീയ നേതാക്കൾ, മുസ്ലിം മതപണ്ഡിതന്മാർ, ആരെങ്കിലും തങ്ങൾമാരുണ്ട്, പാണക്കാട് ഇവരെല്ലാവരും
പാലസ്തീനെ പിന്തുണച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, പക്ഷെ ഹമാസിനെ എന്തിനാണ് ശരിക്കും പിന്തുണയ്ക്കുന്നത്? പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിൽ ഏറ്റവും വലിയൊരു ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരട്ടത്താപ്പാണ് ഇവിടുത്തെ വലിയ എന്താ പറയുക ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങളൊക്കെ നടത്തുന്ന ഒരുപാട് സമര നേതൃത്വങ്ങളൊക്കെ ഉണ്ട്. അവരൊന്നും ഇതിലൊരു അക്ഷരം മിണ്ടുന്നില്ല. നേരെ മറിച്ച് മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ മുസ്ലിങ്ങളാണ് അവരാണ് ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ വലിയ സമര പരിപാടികളും ഐക്യദാർഢ്യ സദസ്സുകളൊക്കെ രൂപപ്പെടുത്തും. പക്ഷെ ഹിന്ദുക്കൾക്ക് നേരെ ഇത്തരം ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മിണ്ടാൻ ആരുമില്ല. അത് തീർച്ചയാണ്. അതായത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ മാത്രമല്ല, അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ക്രിസ്ത്യാനികളുണ്ട്, സിഖുകാരുണ്ട്, ബുദ്ധരുണ്ട്, ബുദ്ധമതത്തിൽപ്പെട്ടവരുണ്ട്. ഇവരൊക്കെ ആക്രമിക്കപ്പെടുകയാണ് അവിടെ. അത് ഈ കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അതാണ്. സാധാരണ നിലയ്ക്ക് ഇസ്രയേലും പാലസ്തീനും തമ്മിൽ എന്തെങ്കിലും ചെറിയ കശവിശ ഉണ്ടായാൽ ഇവിടെ ഉടനെ കൊടിയും തോരണങ്ങളും എടുത്ത് റോഡിലേക്ക് ഇറങ്ങും. അങ്ങനെ ഇറങ്ങുന്ന വലിയ വിഭാഗം, ഞാൻ ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രമല്ല പറയുന്നത്, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഒട്ടുമുക്കാലും വലിയ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങും. അതൊരു അവസരമാക്കി കണ്ട് മോഡിയെ ചീത്ത പറയും. ഇതൊക്കെ ചെയ്യും. പക്ഷേ ഇവരാരും ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷ വേട്ട കാണുന്നതേയില്ല. അവിടെ സത്യത്തിൽ ഒരു വലിയ അനുഗ്രഹമാണ് ഈ ഡൽഹി ഇമാമിനെ പോലെയുള്ളവർ. അദ്ദേഹം ശരിക്കും ഒരു ആത്മീയ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് നമ്മുടെ രാജ്യം മാത്രമല്ല ലോകം മുഴുവനും വലിയ വില കൊടുക്കും. അത് തീർച്ചയാണ്. ഇപ്പോൾ ഈ ബംഗ്ലാദേശിലെ അതിക്രമത്തെക്കുറിച്ച് സാധാരണ നമ്മുടെ മധ്യ ഏഷ്യയിലെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒരുപാടുണ്ട്. ഈ ഇസ്രയേലും പാലസ്തീനും ഇസ്രയേലും ഇറാനും ഒക്കെ ആയിട്ട് പോലുമുള്ള വിഷയങ്ങളിൽ അവർ പ്രതികരിക്കാറില്ല. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിലെ വിഷയങ്ങളിലും അവർ പ്രതികരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അവർ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളിലെ വിഷയങ്ങളിൽ പോലും അവരാരും അങ്ങനെ പ്രതികരിക്കാറില്ല. ഇപ്പോൾ ഇത്രയും ദൂരെ കിടക്കുന്ന ഒരു രാജ്യത്തിന് വേണ്ടി അവർ പ്രതികരിക്കുമെന്ന് നമ്മൾ കരുതുന്നത് തന്നെ തെറ്റല്ലേ? എന്നാൽ അതേസമയം ഇത്രയേറെ അകലെ കിടക്കുന്ന രാഷ്ട്രങ്ങളിലെ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും ഇവിടെ തെരുവിലിറങ്ങുന്ന നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളും മതനേതൃത്വങ്ങളും എന്തുകൊണ്ട് ബംഗ്ലാദേശ് കാണുന്നില്ല? ഇത് ഈ ഡൽഹി ഇമാം അവർക്കൊരു മാതൃകയാണ് വാസ്തവത്തിൽ. അദ്ദേഹം ഇപ്പോൾ സ്വീകരിച്ച ഈ നിലപാട്, ഈ നടപടി, അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന വാസ്തവത്തിൽ കടുത്ത വേനലിലെ ഒരു കുളിർമഴയായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഇത് ശരിക്കും പറഞ്ഞ ഇരട്ടത്താപ്പ് തന്നെയല്ലേ കാണിക്കുന്നത് എന്നുള്ളതാണ്. പ്രതികരിക്കാതിരിക്കും. കാരണം ന്യൂനപക്ഷങ്ങൾ എല്ലാ സ്ഥലത്തും ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേ വിലയിലും ഒരേ നിലയിലുമാണ് കാണേണ്ടത്. പക്ഷെ ഹിന്ദു ഒരു സ്ഥലത്ത് ന്യൂനപക്ഷമായിട്ട് തുടരുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഒരു സ്ഥലത്ത് ന്യൂനപക്ഷമായിട്ട് തുടരുമ്പോൾ, അവർക്കെതിരെ എന്തെങ്കിലും രീതിയിലുള്ള ആക്രമണങ്ങൾ വരുമ്പോൾ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് അത് ആ ഒരു സെലക്റ്റീവായിട്ടുള്ളൊരു പ്രതികരണം മാത്രമാണ് വരുന്നത്. സെലക്റ്റീവ് പ്രതികരണങ്ങളാണ്. നിങ്ങൾ പറഞ്ഞത് 100% ശരിയാണ്. അവിടെ ഇത് ഇരട്ടത്താപ്പെന്നല്ല പറയേണ്ടത്. ഇത് കടുത്ത എന്താ പറയേണ്ട ഒരു വിഭാഗീയ ചിന്തയാണ്. അതാണ് ഇതിനകത്ത് ഉള്ളത്. അതായത് ലോകമെങ്ങുമുള്ള ഞങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ എവിടെ ദുരിതം അനുഭവിച്ചാലും ഞങ്ങൾ അവർക്കൊപ്പമുണ്ട്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. അതിനൊരു വലിയ അപവാദമല്ലേ ഈ ഡൽഹി ഇമാം? അദ്ദേഹം എത്ര കൃത്യമായിട്ട് പറഞ്ഞു, അവർ നമ്മുടെ സഹോദരങ്ങളാണ്, അവരെ ഉപദ്രവിക്കരുത്. നിങ്ങൾ ഇത്രയും വലിയ നോബൽ സമ്മാനമൊക്കെ കിട്ടിയ ആളാണ്, അതിന് കളങ്കം ഏൽപ്പിക്കരുത് ആ പേരിനും പ്രശസ്തിക്കും. അതുകൊണ്ട് ദയവേത് ഒരു ഭരണാധികാരി എല്ലാ പൗരന്മാരോടും തുല്യമായിട്ട് ഇടപെടണം. അത് നമ്മുടെ നാട്ടിൽ എപ്പോഴും നമുക്കത് കാണാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ ഇവിടെ സുരക്ഷിതരായിട്ട് അവർ കഴിയുന്നത് കൊണ്ടാണല്ലോ ഡൽഹി ഇമാം ഇത്ര ശക്തമായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ട് രംഗത്ത് വന്ന് ഈ കുഴപ്പക്കാർക്കെതിരെ, ബംഗ്ലാദേശിലെ കുഴപ്പക്കാർക്കെതിരെ അദ്ദേഹം പ്രസ്താവന നടത്തിയത്, അദ്ദേഹം സമാധാനം പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടത്. ഈ ഇസ്കോണിന്റെ മുൻ പ്രതിനിധിയായിട്ടുള്ള ഈ ചിന്മോയ് കൃഷ്ണദാസ്, അദ്ദേഹം ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. അദ്ദേഹത്തിന് ബെയിൽ ഇതുവരെ കിട്ടിയിട്ടില്ല, ജാമ്യം ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം അതിൽ എന്തെങ്കിലും കാര്യത്തിലുള്ള വരും ദിവസങ്ങളിൽ ജാമ്യം കിട്ടും, അങ്ങനെ എന്തെങ്കിലും വിശദീകരണം? ഇപ്പോൾ അതിനെ സംബന്ധിച്ച് വിവരങ്ങളൊന്നും നമുക്ക് പുറത്തു വരുന്നില്ല. ബംഗ്ലാദേശ് ഏറ്റവും പുതുതായിട്ട് ബംഗ്ലാദേശ് സർക്കാർ ചെയ്യുന്നത് ഇന്ത്യൻ മാധ്യമങ്ങളെ നിരോധിക്കാനുള്ള നീക്കവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതായത് കോടതിയിൽ അതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വാർത്ത. അതായത് ഇന്ത്യൻ മാധ്യമങ്ങൾ അനാവശ്യമായി സ്പർദ്ധ വർദ്ധിപ്പിക്കാനുള്ള വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്നു. അതുകൊണ്ട് ഇത് തടയണം, ഇത് തടയാനുള്ള നടപടി സ്വീകരിക്കണം, അതിന് കോടതി അനുമതി നൽകണം എന്നൊക്കെ പറഞ്ഞാണ് ഇവർ കോടതിയെ പലരും സമീപിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്കത് കാത്തിരുന്ന് കാണാം. ഗവൺമെന്റ് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഇടക്കാല സർക്കാർ ഏതറ്റം വരെ പോകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് പ്രകോപനപരമായ രീതിയിലാണോ പ്രതികരിക്കേണ്ടത്? കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഒരുപാട് വാർത്തകൾ വന്നു, ചില ഡോക്ടർമാർ ബംഗ്ലാദേശി പേഷ്യൻസിനെ ചികിത്സിക്കില്ല എന്ന് പറഞ്ഞ് പ്രതികരിക്കുന്നു, ഹോട്ടലുകളിൽ ബംഗ്ലാദേശികളെ കയറ്റില്ല. അത് തെറ്റാണ്. ആ രീതിയിൽ ഒരു പ്രകോപനപരമായിട്ടുള്ള ഒരു രീതി പ്രകോപനമല്ല ആവശ്യം. ഈ ഡോക്ടറുടെ കാര്യത്തിൽ ഡോക്ടർ പറഞ്ഞത്
ചികിത്സിക്കില്ല എന്നല്ല, അദ്ദേഹം ഇന്ത്യക്കാരനാണ്, ഈ അതിർത്തി കടന്നു വരുന്ന ബംഗ്ലാദേശികളെ ചികിത്സിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു എൻ്റെ ദേശീയ പതാകയെ അപമാനിച്ചു, അതുകൊണ്ട് ഇവിടെ വരുന്നവർ എൻ്റെ ദേശീയ പതാകയെ വന്ദിക്കണം, അതിനെ നമസ്കരിച്ചിട്ട് വന്നാലേ ഞാൻ ചികിത്സിക്കുകയുള്ളൂ. അതൊരു കണ്ടീഷനാണ്. അദ്ദേഹം ചികിത്സിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ത്രിപുരയിലും ഒരു ഡോക്ടർ ഒരു ആതുര സേവനം അല്ല, അദ്ദേഹം പറഞ്ഞു ഞാൻ ചികിത്സിക്കും, തീർച്ചയായിട്ടും ചികിത്സിക്കും. പക്ഷെ ആതുര സേവനം ചെയ്യുന്ന ഒരു ഡോക്ടറിന്റെ ആ പ്രതികരണമാണ് ഞാൻ പറഞ്ഞത്. അസ്വാഭാവികമായ ഒരു പ്രതികരണമാണ്. അതെ, അദ്ദേഹത്തിന് ഒരു രാഷ്ട്രഭക്തനും കൂടിയാണ് അദ്ദേഹം. അപ്പോൾ തൻ്റെ രാജ്യത്തിനോട് മമതയുണ്ടാവുക, രാജ്യത്തെക്കുറിച്ച് അഭിമാനം ഉണ്ടാവുക, അതൊരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമല്ലേ, അദ്ദേഹത്തിൻ്റെ അവകാശമല്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വന്നോളൂ, ഞാൻ ചികിത്സിക്കാം, പക്ഷേ നിങ്ങളുടെ നാട്ടിലെ ആൾക്കാർ എൻ്റെ ദേശീയ പതാകയെ അപമാനിച്ചിരിക്കുന്നു, അതുകൊണ്ട് വരുന്നവർ ദയവ് ചെയ്ത് ഇങ്ങനെ ഒന്ന് വന്ദിച്ചിട്ട് വരണം, ഞാൻ ചികിത്സിച്ചു കൊള്ളാം. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അത് പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തുണ്ട്. അത് നടക്കുമോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ത്രിപുരയിലും മറ്റുമൊക്കെ ചില ഹോട്ടലുകളിൽ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവർക്ക് റൂം കൊടുക്കില്ല, അവർക്ക് ഭക്ഷണം കൊടുക്കില്ല എന്നൊക്കെയുള്ള നിലപാടുകൾ എടുത്തിരിക്കുന്നു. ഇത് നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ ബാധിക്കുന്നതാണ്. അത് ഇന്ത്യ ഗവൺമെൻറ് ഇടപെട്ട് അത് നിയന്ത്രിക്കും, അല്ലെങ്കിൽ അതിന് സമാധാനം ഉണ്ടാക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ബംഗ്ലാദേശിനുള്ളിൽ സംഭവിക്കുന്നത് ബംഗ്ലാദേശിന് പുറത്തേക്ക് വ്യാപിക്കാതിരിക്കട്ടെ. അത് നമുക്ക് എല്ലാവർക്കും ദോഷം ചെയ്യും. ഇത് എത്രയും പെട്ടെന്ന് ഈ അതിക്രമങ്ങൾ അവസാനിപ്പിച്ച് ബംഗ്ലാദേശ് സമാധാനത്തിൻ്റെ പാതയിലേക്ക് മടങ്ങി വരട്ടെ. അതിന് ഡൽഹി ഇമാമിൻ്റെ വാക്കുകളും കരുത്തു പകരും എന്ന് നമുക്ക് കരുതാം.